ഹലോ, ഞാനൊരു കാര്യം പറയാൻ പോവാണ്. ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് അതങ്ങ് ഇറക്കി കളയണം. എന്താ വെച്ചാൽ ഇന്നലെ വെള്ളിയാഴ്ച ഞാൻ കാക്കനാട് നിന്ന് ബസ് കയറി എറണാകുളം ബോഡ്ജെട്ടി വരെ പോയി. അപ്പം ആ ബസ്സിൽ മുക്കലും മൂളലും ആക്ഷൻസും പിന്നെ കുറച്ച് റഫറി കളി. അപ്പോൾ ഞാൻ കയറി രണ്ടാമത്തെ സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കും ഒരു 70 വയസ്സൊക്കെ ഉള്ള ഒരു അമ്മച്ചി കയറി. പക്ഷെ ബസ്സിൽ ഇരിക്കാൻ സീറ്റില്ല. കാരണം സ്കൂൾ കുട്ടികളുണ്ട്, അത് കണക്കിന് ജോലിക്ക് പോകുന്ന ചേച്ചിമാരുണ്ട്, പെൺകുട്ടികളുണ്ട്, പുറയിൽ ആണുങ്ങൾ, ആൺകുട്ടികൾ, അങ്ങനെ കുറേ ആൾക്കാരായിട്ട് ബസ് നല്ല ഇതിലാണ്. പക്ഷെ അമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ പോകാനാണെന്ന് അമ്മച്ചി പറഞ്ഞതുകൊണ്ട് അമ്മച്ചിനെ ആ ബസ്സിൽ അവർ കയറ്റി. അങ്ങനെ ഒരാളും എഴുന്നേറ്റ് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുകയാണ്, എൻ്റെ ഒപ്പം ഒരുപാട് ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറി വരുന്ന റൈറ്റ് സൈഡിൽ ആദ്യത്തെ സീറ്റിൽ 2 ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെന്ന് തോന്നുന്നു. ഒരു 27-28 വയസ്സുള്ള 2 പേരും ലോക കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും എഴുന്നേറ്റ് കൊടുക്കാം. അപ്പോൾ കണ്ടക്ടർ വരുന്നു, ടിക്കറ്റ് എടുക്കുന്നു, സംസാരിക്കുന്നു, ചിരിക്കുന്നു. ആ ഒരു സ്ഥിരം പോകുന്ന ബസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടക്ടറിനോട് നല്ല ഹാപ്പിയിൽ കണ്ടക്ടറും അവരുമൊക്കെ നല്ല സംസാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വായി നോക്കി നിൽക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് യാത്രക്കാരും. പ്രൈവറ്റ് ബസ്സാണ്, അത് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം ഈ അമ്മച്ചീനെ ഒന്ന് ഇരുത്താൻ ഞാൻ നോക്കിയിട്ടോ. ഞാൻ അതിൽ ചുറ്റുപാട് നോക്കിയിട്ട് ഒരാൾ എഴുന്നേറ്റ് കൊടുക്കുന്നു. അപ്പം ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു, അതായത് എനിക്ക് കുട്ടികളെന്ന് വിളിക്കാം, കാരണം ആ പെൺകുട്ടികൾക്ക് 28-29 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ സീനിയർ സിറ്റിസനെ റെസ്പെക്റ്റ് ചെയ്യാത്ത എന്താണ്? അതിന് സീനിയർ സിറ്റിസൺ എഴുതി വെച്ചിട്ടില്ല സീറ്റിൽ. ശരിയാണ്, KSRTC ബസ്സിലാണെങ്കിൽ മുതിർന്ന സ്ത്രീകൾ, അമ്മയും കുഞ്ഞും, അങ്ങനെ പല കാറ്റഗറി എഴുതി വെച്ചിട്ടുണ്ടാവാം. ഈ ബസ്സിലില്ല, സ്ത്രീകളുടെ സീറ്റൊന്നും എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഈ കുട്ടികൾ എഴുന്നേറ്റ് കൊടുത്തില്ല. അമ്മച്ചി ഡ്രൈവർ ഒന്ന് ബ്രേക്ക് പിടിച്ചതേ അമ്മച്ചി വീഴാൻ പോയി. ഞാൻ താങ്ങി പിടിച്ച എനിക്ക് താങ്ങിയാൻ നിൽക്കുന്ന ഒരു പരുവത്തിലല്ല അമ്മച്ചി ഉള്ളത്. എന്നാലും അങ്ങനെ നിന്നപ്പോൾ എന്തോ തോന്നിയിട്ട് ഞാൻ ഇത്തിരി ഒച്ചയിലാണ് പറഞ്ഞതുകൊണ്ടും ഇതിൽ ഒരാൾ എഴുന്നേറ്റ് കൊടുത്തു. എന്നിട്ട് ഈ അമ്മച്ചിനെ ഇരുത്തി ഞാനും പിടിച്ച് അമ്മച്ചി അവിടെ ഇരുന്നപ്പോൾ വലിയ ഉപകാരം മോളെ, ഹോസ്റ്റലിൽ പോകാനാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ബസ് കയറില്ലായിരുന്നു, ഇതാണ് തിരക്കായതുകൊണ്ട് ഒരുപാട് ബസ് പോയിട്ട് നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ആ എഴുന്നേറ്റ ലേഡി എന്നോട് ചോദിക്കാണ്, നിങ്ങൾക്ക് എന്താ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യം? അപ്പം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, മോടെ വീട്ടിലും പ്രായമുള്ളവരില്ലേ? അല്ലെങ്കിൽ നമ്മളും പ്രായമാവില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ നിന്നു. അവർ പിന്നെ സംസാരമൊക്കെ ആയി. അത് ഒരു വശത്തെ സ്കൂൾ കുട്ടികളാണ് മുഴുവനും. ഒരാൾ പോലും ആ കുട്ടികളുടെ ബാഗ് ഒന്നും വാങ്ങിച്ചു പിടിക്കുന്നില്ല. കണ്ടക്ടർ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ പിള്ളേരെ ബാഗ് ഇരിക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുക്കുക, പിള്ളേരെ നമ്മൾ ഒതുങ്ങി നിൽക്കുക, പുറകിൽ സ്ഥലമുണ്ട്, അങ്ങോട്ട് പുറകിലേക്ക് പോ. ചില ചേട്ടന്മാരും ചില സ്ത്രീകളും ബാഗുകളും മേടിച്ച് പിടിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മേടിച്ച് പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 6 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി, ഞാനിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ ബാഗ് കുറച്ച് പേരുടെ മേടിച്ച് ഞാൻ കൈ പിടിച്ചു. എൻ്റെ താടി വരെ എനിക്ക് മേളിലോട്ട് കാണത്തുള്ളൂ, അത്രയ്ക്കും ബാഗുകളായി. എന്നാലും കുഴപ്പമില്ല, അത്രയും നേരം ഞാനും ആ കുട്ടികളും അനുഭവിച്ചതല്ലേ, കാലൊക്കെ കഴിച്ച്. അപ്പോൾ ഈ പുറകിലോട്ട് പലരോട്ടും എത്തിയപ്പോൾ പുറകിലോട്ട് പോകുന്നുള്ള കണ്ടക്ടർ നിരന്തരം ഒച്ചപ്പാടും ബഹളം. കാരണം ഈ നിന്ന 14-15 വയസ്സുള്ള പെൺകുട്ടികളാണെന്ന് ഓർക്കണം. ഈ ബാക്കിൽ നിൽക്കുന്ന എല്ലാ പുരുഷന്മാരും അച്ഛന്മാരും ആങ്ങളമാരും ഒന്നും ആവത്തില്ല. ഉള്ളിൽ കുനിഷ്ട ചിന്തയും തക്കം കിട്ടിയ തൻ്റെ മകളുടെ പ്രായമുള്ളെങ്കിലും ഒന്ന് തൊടാനും തീരുമാനം തോന്നുന്ന കുറച്ച് ഞരമ്പന്മാരും ആ ബസ്സിലുണ്ടായിരുന്നു. ഈ പെൺകുട്ടികൾ 2 പേരും ഈ കണ്ടക്ടറെ നിരന്തരമായി ശല്യപ്പെടുത്തൽ കൊണ്ട് പുറയിലേക്ക് മാറി നിന്നു. അപ്പോൾ ഒരു കൊച്ച് ഇങ്ങനെ നിന്നുണ്ട്. അപ്പം ഈ ബാഗ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന്, ചേച്ചി ഈ ബാഗും കൂടി ഒന്ന് പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് വേറൊരു ബാഗും കൂടി എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഈ പുറകിൽ നിൽക്കുന്ന പെൺകുട്ടികൾ ഈ ജെറ്റ് കിട്ടുകയാണ് കുന്തി തള്ളി ഫ്രണ്ടിൽ എൻ്റെ അടുത്ത് വന്നു നിന്നു. ചേച്ചി അവിടെ നിൽക്കാൻ പറ്റില്ല ചേച്ചി, ഒരു ചേട്ടൻ എന്ത് വൃത്തിയാടാ. ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും
എനിക്കല്ല അതുകൊണ്ട് ഞാൻ വലിയ ഭയത്താൾ പഠിക്കുന്നു അല്ല. നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിടണം. പെൺകുഞ്ഞുങ്ങളെ ആയിക്കോട്ടെ, ഇന്നത്തെ കാലത്ത് ആൺകുഞ്ഞുങ്ങളെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഞരമ്പന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ, അവർക്ക് കൊടുക്കാൻ, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള ടിപ്സും കൂടി അമ്മമാർ പറഞ്ഞു വിടണം. പിന്നെ എനിക്ക് പറയാൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ അവരൊന്ന് ചിന്തിക്കുക. ഇന്നലെ നിങ്ങളും ഈ ബസ്സിൽ 10 വയസ്സേക്ക് 50 വയസ്സേക്ക് യാത്ര ചെയ്തവരാണ്. ഇന്നാണ് നിങ്ങൾ മുഴുവൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് അല്ലേ? നിങ്ങളും പഠിച്ച് ജോലിയൊക്കെ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേലും പോകും, നിങ്ങളും വലുതായി. അതേപോലെയാണ് ഈ വളർന്നു വരുന്ന തലമുറയും ബസ്സിൽ കയറിയിട്ട് ഇന്ന് 50 വയസ്സേക്ക് ഓരോക്കെ യാത്ര ചെയ്യുന്നവർ നാളെ അവർ ഫുൾ ടിക്കറ്റ് എടുക്കേണ്ടവർ തന്നെയാണ്. പിന്നെ നിങ്ങൾ സ്ത്രീകളെ, നിങ്ങളുടെ വീട്ടിൽ മക്കളില്ലേ, അവരാരും ബസ്സിൽ ഇതേപോലെ തൂങ്ങി നിന്ന് ഈ കനമേറിയ ബാഗും തോളത്ത് തൂക്കിയിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളില്ലേ? എന്താണ് നിങ്ങൾ ഇങ്ങനെ? സ്വന്തം മക്കളോട് മാത്രമേ ആത്മാർത്ഥത സ്നേഹവും കാണിക്കാൻ പാടുള്ളൂ, പുറമേ നിന്നുള്ള സ്കൂൾ കുട്ടികളോട്. അത് ആരാനും പെറ്റ മക്കളായതിന്റെ പേരിലാണോ? ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കനിവോടെ അലിവോടെ ആ കുട്ടികളെ മുൻപിലേക്ക് ചേർത്ത് നിർത്തി നിങ്ങൾ ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കണം. അതാണ് ചെയ്യേണ്ടത്. കാരണം വളരുന്ന തലമുറയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ അങ്ങനെ പറ്റി, അയ്യോ ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞ് കള്ളക്കണ്ണീർ ഒഴുക്കല്ല നിങ്ങൾ ചെയ്യേണ്ടത്. എനിക്ക് സ്ത്രീകളോട് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾ ആരും പ്രതികരിക്കുന്നില്ല ഒരു കാര്യത്തിനും. ഈ സ്കൂൾ കുട്ടികളോട് മുന്നിലോട്ട് കയറി നിൽക്കാൻ പറയുമ്പോഴും പുറകിലേക്ക് പോയി നിൽക്കാൻ പറയുമ്പോഴും ബാഗ് എവിടെയെങ്കിലും കൊടുക്ക്, അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ടക്ടർമാരും ബസ്സിലെ ജോലിക്കാരും ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെ കളിയാക്കുമ്പോൾ ഇത് കേട്ട് ചിരിക്കുന്ന കുറെ പെണ്ണുങ്ങളെ കണ്ടിന്. എന്താ അല്ലേ, നിങ്ങളൊക്കെ മനുഷ്യ സ്ത്രീകളൊക്കെ തന്നെയാണോ? നിങ്ങളൊന്നും പെറ്റിട്ടില്ലേ? നിങ്ങൾക്കൊന്നും മക്കളില്ലേ? നിങ്ങൾക്ക് എന്താ മേളിൽ നിന്ന് പൊട്ടി വീണതാണോ? കഷ്ടമാണ്. അപ്പൊ ഇത്ര നന്നായിരിക്കുന്നു.